ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം സവാദിൻ്റെ ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു കേസിൽ പെട്ടിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോലീസ് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ ഇതിൽ നമ്മൾ 2-3 കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കുറേ ആൾക്കാർ ഇത് നേരത്തെ പണ്ട് ആ നന്ദിനിൻ്റെ അല്ലെങ്കിൽ മസ്താൻ്റെ ആ ഒരു കേസ് ഉണ്ടായപ്പോഴത്തേക്കും ഇതേപോലെ പൂമാലിട്ടെന്നുള്ള രീതിയിൽ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ അജിത്തിനെ വിമർശിച്ചിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അന്നേ ഞങ്ങൾ പറഞ്ഞതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പ്രവൃത്തിക്ക് പൂമാലിട്ടെന്ന് പറഞ്ഞിട്ട് കുറേ അധികം വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഇപ്പോഴും മസ്താനയുടെ പേജിൽ കുറേ ആൾക്കാർ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ കുട്ടി സൈബർ ബുള്ളിങ് അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം ഈ കേസ് വന്നതിന് ശേഷവും പുള്ളിക്കാരത്തിൻ്റെ ഡ്രസ്സിങ് കാരണമാണ് ഇത് ഉണ്ടായത് എന്നുള്ള രീതിയിൽ സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കുറേ ആൾക്കാർ പിന്നെയും കമൻസ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലുള്ള ആൾക്കാരും ഇതിൽ കമൻസ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ സവാദിനെ മാലയിട്ടത് തെറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ചിന്തയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സവാദിനെ ഇപ്പോൾ ആദ്യത്തെ കേസിലും പുള്ളി കുറ്റം ചെയ്തെന്നുള്ള സംഭവം തെളിയിക്കപ്പെട്ടിട്ടില്ല അല്ലേ. നമ്മൾക്ക് ആ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അയാളെ 2 രീതിയിൽ വിധിക്കാം. കുറേ പേര് പറയുന്നുണ്ട് പുള്ളി കുറ്റം ചെയ്തെന്ന് പറയുന്നുണ്ട്, കുറേ പേര് ചെയ്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ ഇങ്ങനെ മെൻസ് അസോസിയേഷൻകാർ ഇയാൾക്ക് പൂമാല ഇടുന്നുണ്ട്, വേറൊരു സൈഡിൽ കുറേ ആൾക്കാർ ഈ പൂമാലിട്ട് തെറ്റാന്ന് പറഞ്ഞിട്ട് മെൻസ് അസോസിയേഷനെ വിമർശിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 2 കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരാളൊരു കേസിൽ പെടുമ്പോഴത്തേക്കും കോടതി തന്നെ പറയുന്നുണ്ട്, എന്നാണോ അയാളുടെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ട് കോടതി വിധിക്കുന്നത് ആ ഒരു സമയം മുതലല്ലേ ഇയാൾ കുറ്റക്കാരൻ എന്നുള്ള സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരാൾ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരാൾ ഇതേപോലൊരു കേസിൽ പ്രതി ചേർക്കപ്പെടുമ്പോഴത്തേക്കും എന്താണ് സമൂഹത്തിൻ്റെ ഡ്യൂട്ടി എന്നുള്ളത്. അയാളെ കുറ്റാരോപിതൻ അല്ലെങ്കിൽ കുറ്റം ആരോപിച്ച് ഇങ്ങനെ ഇതേപോലെ വേട്ടയാടുന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം അയാളുടെ കുറ്റമില്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുള്ള ഒരു നിലപാടാണോ. അപ്പോൾ എനിക്ക് ഈ 2 കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ പ്രൊസീഡിങ്സ് ചെയ്യുന്ന കോടതിയാണ്. അപ്പോൾ കോടതി ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് എന്തിനാണ് അതിലൊരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം. തീർച്ചയായിട്ടും അതിൽ ആ ഒരു കേസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അത് കോടതിയിൽ ആ ഒരു വിചാരണ നടക്കുമ്പോഴത്തേക്കും കോടതിയിൽ കാര്യങ്ങളൊക്കെ പറയാം. അല്ലെങ്കിൽ ഇന്നൊരു കേസ് കോടതിയുടെ ഫ്രണ്ടിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ഉന്നയിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. പക്ഷെ അത് ഓൾറെഡി FIR ഇട്ട ഒരു കേസ്, അത് കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് ആ ഒരു സവാദിനെ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അയാളോട് എതിർപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ നടപടികളും എടുക്കുന്നത് കോടതി തന്നെയാണ്. ഇതേപോലെ തന്നെ പല കേസുകളിലും ചില കേസുകളിലൊക്കെ ഒരു കുറ്റം ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അവരോടും നമ്മൾ ഇതേപോലത്തെയുള്ള സെയിം നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതേപോലുള്ള ഒരു കേസ് വരുമ്പോഴത്തേക്കും ഏത് കേസ് ആയിക്കോട്ടെ, അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ ഒരു കുറ്റകൃത്യം നടക്കുമ്പോഴത്തേക്കും നമ്മളവിടെ ഉണ്ടായിട്ടില്ല, നമ്മൾക്ക് എന്താണ് സത്യാവസ്ഥ ആണെന്നുള്ളത് അറിയില്ല. ഇയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ഇയാൾ നിരപരാധിയാണെന്നോ പോലും നമുക്കറിയത്തില്ല. അത് കോടതിയും അതേപോലുള്ള സാക്ഷികളൊക്കെ വെച്ചിട്ടാണ് ഏറ്റവും ലാസ്റ്റാണ് ഇയാളുടെ നിരപരാധിയാണോ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത്. ഒരവസരത്തിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് പോരെ. എന്താണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും അല്ലെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ ആ രീതിയിലും അയാൾ നമുക്ക് വിധിച്ചാൽ പോരെ. ഈ മെൻസ് അസോസിയേഷൻ എടുത്തൊരു നടപടി, അന്ന് ആ സംഭവം നടന്നപ്പോഴത്തേക്കും പൂമാല ഇട്ടൊരു നടപടി, അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ ആ ഒരു അസോസിയേഷനോട് അതിൻ്റെ ആശയങ്ങളോടും അങ്ങനെ അധികം അത്ര 100% യോജിപ്പ് ഞാൻ കാണിക്കുന്നില്ല. കാരണം ഈ അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ കുറച്ച് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ പറയുന്ന കുറച്ച് വീഡിയോസ് ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് ഇത്രയും ഫ്രീഡം കൊടുത്തുവിടാന്നുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട്. ഞാൻ ആ വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല. അത് നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഞാൻ ഒരിക്കലും ആ ഒരു അസോസിയേഷന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളല്ല. അതേപോലെ തന്നെ സെയിം ടൈം ഈ സവാദിനെ ഇതേപോലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അയാളെ കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നതിന് മുന്നേ തന്നെ സമൂഹം അയാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിലും എനിക്ക് യോജിപ്പില്ല. ഞാൻ അതേപോലെ തന്നെ ഇതേപോലുള്ള കേസുകളിൽ വരുന്ന യുവതികൾക്ക് കോടതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. അതായത് അവരുടെ പേര് വിവരങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും പുറത്ത് വരാൻ വേണ്ടി പാടില്ല
എന്നുള്ള സംഭവം. കാരണം അങ്ങനെ ചെയ്യണതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓൾറെഡി അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹം അവരെ വേട്ടയാടുകയും അല്ലെങ്കിൽ ഇതേപോലത്തുള്ള സൈബർ ആക്രമണങ്ങൾ ഇരയുടെ ആ ഒരു പ്രൊഫൈലിൽ വന്ന പോലത്തെ രീതിയിൽ വരാതിരിക്കാനായിട്ടാണ് എപ്പോഴും ആ ഒരു ഇരയുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇതേപോലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ രണ്ടാമത്തെ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരിക്കലും പൊതുസമൂഹത്തിൽ വന്നിട്ട് ഞാനാണ് ഇരയെന്നുള്ള സംഭവങ്ങൾ നിങ്ങൾ പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കുറേ ആൾക്കാർ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും നിങ്ങളെ ആയിരിക്കും കുറ്റം പറയുക. കാരണം അങ്ങനെയാണ് നമ്മളുടെ സമൂഹം. ഇപ്പോഴും കുറേ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. ഡ്രസ്സിങ് കൊണ്ടിട്ടാണ് ഇതേപോലെ ആക്രമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിൻ്റെ ഈ സ്ത്രീകളുടെ കുറ്റമാണെന്നുള്ള രീതിയിലുള്ളത്. ആ ഡ്രസ്സിങ് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്, നിയമപരമായിട്ടുള്ള എന്ത് വസ്ത്രം വേണമെങ്കിലും ഇന്ത്യയിൽ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് വന്നിട്ട് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ടിട്ടാണ് ഇതേപോലെ ഉണ്ടായതെന്നുള്ള രീതിയിൽ കുറ്റം പറയാനായിട്ട് ഒരു റൈറ്റ്സ് നിങ്ങൾക്കില്ല. അത് അങ്ങനെ പറയുന്ന ആൾക്കാർ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. മനസ്സിലായി? പ്രാകൃതമായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോഴും കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പോലും അതിൽ നിന്ന് പോയി ഇപ്പോൾ ഉള്ള ഒരു ആധുനിക കാലഘട്ടത്തിലേക്കുള്ള പൊതുബോധം അല്ലെങ്കിൽ ആ ഒരു അറിവും വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് അത്രയും വൈകൃതമായിട്ട് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇതേപോലുള്ള കമൻസ് ഒക്കെ ഇടേണ്ടി വരികയും ആ ഒരു പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ഇതേപോലെ കേസിൽ പെടുന്ന പെൺകുട്ടികളെയോ അവരുടെ ആ ഒരു വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ആ വളരെ ജീർണിച്ച മനസ്സിൻ്റെ ഒരു കാര്യം കൊണ്ടിട്ടാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ ഇതേപോലെ കേസ് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഈ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? അവർ മാത്രമാണോ ഇതിൻ്റെ ഒരു കുറ്റക്കാരാണ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അവർ മാത്രമാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് പറയുന്നത് ശരിയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഡിഗ്രി ഗ്രാജുവേഷൻ വരെ ചെയ്തതിൽ, കോളേജ് വരെ പഠിച്ചതിൽ എനിക്ക് എവിടെയും ഒരു സെക്ഷുവൽ എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സെക്സ് അവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു അതിരെവിടം വരെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോട് പെരുമാറുമ്പോഴത്തേക്കും അവരുടെ ഒരു അതിർത്തി അല്ലെങ്കിൽ അവരുടെ ബോർഡർ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം, കുറച്ച് അകലം പാലിച്ചിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാനായിട്ട്. രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കും അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അതേപോലെയുള്ള എന്തെങ്കിലും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോട് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനോട് നമ്മൾ ഇടപെടുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു എന്താ പറയുക വ്യക്തിത്വം കൂടി റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം എങ്ങനെ നമ്മൾ അവരോട് പെരുമാറാനായിട്ടെന്നുള്ള കാര്യം എവിടെയും സ്കൂളുകളിൽ പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് യൂട്യൂബിൽ കാണുന്ന പല ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആൾക്കാർ പറയുന്ന വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളിതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ഇതേവരെ ഞാൻ പഠിച്ച ആ ഒരു കാലയളവിൽ എവിടെയും ഇങ്ങനെ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം ഇതേവരെ പഠിപ്പിച്ചിട്ടില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടെന്നറിയില്ല. ഇപ്പോൾ എനിക്ക് ചെറിയ സ്കൂളുകളിൽ ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഉള്ളത് എനിക്കറിയാം. അല്ലാതെ അതിൽ കൂടുതലായിട്ട് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെ നമ്മളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ഈ എന്താ പറയുക ഈ ഡ്രസ്സിങ്ങിനെ വെച്ചിട്ട് ആൾക്കാരെ വിധിക്കുന്നത്, ആ കാര്യങ്ങൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം, ആ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊക്കെ ഇപ്പോഴും സ്കൂളുകളിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ആ ഒരു സമൂഹത്തിന് ആ ഒരു ക്ലാസ് കിട്ടാത്ത പക്ഷം നമ്മൾക്ക് എങ്ങനെ ഈ കുറ്റത്തിൽ പോയി ഏർപ്പെടുന്ന വ്യക്തിനെ മാത്രം നമുക്ക് എങ്ങനെ കുറ്റം പറയേണ്ടി പറ്റും? കാരണം ഓൾറെഡി ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മളെ പോലത്തെ പ്രാകൃതമായ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വികാരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ഇത് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൺസെൻറ്റ്, ഒരാളുടെ അനുവാദം ചോദിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഒന്നും ആരെയും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് പഠിപ്പിക്കാത്ത സമൂഹത്തിന് ഓൾറെഡി ഇതേപോലുള്ള ആൾക്കാരുണ്ടാകും, കുറച്ച് ആൾക്കാർ. അപ്പോൾ നമ്മൾ അവരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? കാരണം ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇനിയും പിന്നെയും കുറേ ആൾക്കാർ ഇതേപോലെ ഇനിയും കേസുകളുണ്ടാകും. കാരണം അവർ കൂടുതൽ ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണെന്നുള്ളതാണ്. അങ്ങനെയാണ് പല മതങ്ങളും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം കൊടുത്താൽ പോലും എന്താണ് മതങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഈ പുരുഷൻ അല്ല സ്ത്രീ പുരുഷന് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണെന്നാണ് പല മതഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വ്യക്തി സ്വാതന്ത്ര്യവും അതേപോലെ ഇൻഫോംഡ് കൺസെൻറ്റും സെക്സ് എഡ്യൂക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതിൻ്റെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നില്ല മതഗ്രന്ഥങ്ങളിൽ.
ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ പുരുഷന് വേണ്ടിയിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷൻ്റെ കുട്ടികൾക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണുള്ളത്. അങ്ങനെ പല പല സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ സ്ത്രീനെയും പുരുഷനെയും ഒരേ ഈക്വലായിട്ട് കാണാൻ പറ്റുള്ള കാര്യങ്ങൾ പോലും ആ മതഗ്രന്ഥങ്ങളില്ല. സ്ത്രീകളെപ്പോഴും രണ്ടാം തരമാണെന്നുള്ള ഒരു രീതിയിലാണ് പല മതഗ്രന്ഥങ്ങളും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കൊടുത്താൽ പോലും തിരിച്ച് മതത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മതങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട ഒരു ഇതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് ഇന്ന സമയം കഴിഞ്ഞിട്ട് പുറത്തു പോകാനായിട്ടുള്ള ഒരു റൈറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇടാനായിട്ടുള്ള റൈറ്റ്സ് ഇല്ല. മനസ്സിലായില്ലേ? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ഇടുന്നത് മതഗ്രന്ഥങ്ങൾ പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നിട്ടാണ് ഈ ആൾക്കാർ ഇതേപോലെ എന്തെങ്കിലും മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ കണ്ടിട്ട് അവരെ വിലയിരുത്തുകയും ഇതേപോലെ സൈബർ ബുള്ളിങ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിൽ സെക്ഷൽ എഡ്യൂക്കേഷനും അതേപോലെ ഇങ്ങനത്തെ എന്താ പറയുക കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള മൂല്യങ്ങൾ പഠിപ്പിച്ചാൽ പോലും ഓപ്പോസിറ്റ് സൈഡിൽ ആ കുട്ടികൾ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മതം പഠിപ്പിക്കുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ അവർ എങ്ങനെ ഏത് ഇതിൽ വിശ്വസിക്കും, അല്ലെങ്കിൽ ഏതാണ് ശരിയെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതിനെ കൂടി നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓൾറെഡി ഇവിടെ ഉള്ള കുട്ടികൾക്ക് എൻ്റെ ജനറേഷനിൽ ഇപ്പോൾ എനിക്ക് തന്നെ കിട്ടിയിട്ടില്ല. സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന സംഭവമേ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ കിട്ടിയിട്ടില്ല. ഇതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെയാണ് നമ്മൾ നോക്കി കാരണം മനസ്സിലാക്കിയത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും എത്രത്തോളം കിട്ടണമെന്നുണ്ടെന്ന് അറിയില്ല. ആ ഒരു ബാറ്റച്ച് കുട്ടച്ച് ഒഴുകി ബാക്കി എത്രത്തോളം ബാക്കിയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തോരം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അഥവാ അത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്താൽ തന്നെ അവർ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇതേപോലെ എന്താ പറയുക സ്ത്രീകളെ രണ്ടാം തരമായിട്ട് കാണുകയും അങ്ങനെ അതിൻ്റെ ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മതഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺട്രാഡിക്ഷനും കൂടിയുണ്ട്. അടുത്തൊരു ഇത് ഞാൻ നോക്കുകയാണെന്നത് ഇപ്പോഴത്തെ കോടതികളാണ്. കാരണം കോടതികൾ പഴയ പോലെ തന്നെ പഴയ ആ ഒരു കാലഘട്ടം ആ ഒരു സെയിം പഴയ പ്രൊസീജിയർ തന്നെ പോകുന്നത്. കാരണം ഇത്രയും അധികം ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടും ഇപ്പോഴും കുറേ കാര്യങ്ങൾ പേപ്പറിൽ തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ടെക്നോളജി വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പേപ്പറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റലൈസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് നമ്മൾക്ക് പിന്നീട് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അത് ആരെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിലോ എന്ത് കാര്യം വേണമെങ്കിലും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലെക്സിബിൾ അല്ല. നമ്മളത് ഏത് റാക്കാണ് പോയിരിക്കണം നമുക്ക് എടുക്കണം. കാരണം നിങ്ങൾക്ക് കോടതിയിൽ പോയാൽ മനസ്സിലാവും ഈ കേസ് ഫയൽസ് ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു റാക്കിലായിരിക്കും. ആ റൂം ഫുള്ളും കുറേ റാക്സ് ഉണ്ടാവും. അതിൽ കുറേ പേപ്പേഴ്സ് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇത്രയും ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയ കാലത്ത് പിന്നെയും ആ ഒരു പഴയ കാലഘട്ടത്തിൽ ആ ഒരു സെയിം സംഭവം തന്നെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടെന്നുള്ളതാണ്. കാരണം ആ ഒരു ഇത് യൂസ് ചെയ്യുന്നിട്ടാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നിട്ടാണ് ഈ കേസുകളുടെ കാര്യങ്ങളും അതിൻ്റെ വിധികളൊക്കെ വരാനായിട്ടും ഇത്രയും വൈകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈ കോടതികളിലേക്ക് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരു ഫാക്ടറാണ് ഇത്തരം കാര്യം, അതായത് ഈ ഒരു സെക്ഷൽ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഈ ഒരു കോടതിയും ഈ രണ്ട് സംഭവങ്ങളും അത് അപ്ഡേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിവൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറേയധികം സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വരേണ്ട കാര്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമ്പത്ത് കണ്ടെത്തുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളുടെ ഇന്ത്യൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ടാക്സൊക്കെ ഒന്നും മര്യാദക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കുറേ നമ്മൾ തന്നെ നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എടുത്ത് വിട്ട ആൾക്കാർ കുറേ അഴിമതിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ അഴിമതികൾ അവരുടേതായിട്ടുള്ള പാർട്ടിപരമായിട്ടുള്ള പല പരിപാടികൾക്കും അവരുടേതായിട്ടുള്ള മാർക്കറ്റിങ്ങിനും പ്രൊമോഷനും അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഓരോ മന്ത്രിമാർക്കും ഇത്രയും കുറേ അധികം പേഴ്സണൽ സെക്രട്ടറിമാരും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നമ്മൾ അവരെ വിട്ടേക്കുന്നത് അവിടെ സുഖവാസത്തിന് വിട്ടിരിക്കുന്നതല്ല, നമ്മളുടെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ഇതേപോലെ പോയിട്ട് അവരുടെ സുഖവാസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയധികം കുറേ ടാക്സ് വഴി കിട്ടുന്ന പല ഫണ്ടുകളും ഈ ഒരു കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ഒരു കുട്ടികൾക്കുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ അങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ഈ കോടതിയുടെ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല. കാരണം ഇതൊക്കെ അഴിമതി കാണിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഞാൻ ഈ ഒരു സവാദിൻ്റെ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കുറ്റം ചെയ്ത വ്യക്തിനെ മാത്രം ഫുൾ കുറ്റവും അടിച്ചമർത്താൻ പറ്റില്ല. അയാളിങ്ങനെ ഒരു കുറ്റം ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇതേപോലെ പല കാര്യങ്ങളുണ്ട്, പല ഫാക്ടേഴ്സ് ഉണ്ട്. അയാൾ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ അയാൾക്ക് ഇതിനെ പറ്റിയുള്ള ബോധ്യമില്ല. ഇനി അയാൾക്ക് എന്തെങ്കിലും എന്താ പറയുക മാനസികമായിട്ട് ഇങ്ങനെ പ്രശ്നമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് അറിയാതെ പോയതായിട്ടുള്ള അയാളുടെ അടുത്തുള്ള ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ബോധ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാത്ത ആളുകൾ. അപ്പം ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആളുകളില്ല. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നമ്മളിത് നോക്കി വരുമ്പോഴത്തേക്കും ഓൾറെഡി ഇതിനെ മെയിൻ കാരണമായിട്ട് ഇരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലക്ട് ചെയ്ത് വിട്ടിട്ടുള്ള ഈ ജനപ്രതിനിധികളാണ്. കാരണം അവർ വിചാരിക്കുന്ന വെച്ചാൽ അവരിതൊരു കരിയറായിട്ട് കാണുന്നത്, അവരുടെ ലൈഫ് കുറച്ചും കൂടി സേഫ് ആക്കാനുള്ള ഒരു കരിയറായിട്ട് കാണുന്നത്. അല്ലാണ്ട് ഇതൊരു ജനസേവനമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള സംഭവങ്ങൾ അവർ കാണുന്നില്ല. അത് കണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതൽ നമ്മളുടെ ഈ ടാക്സ് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടെങ്കിൽ ഇതിലൊക്കെ നല്ലപോലെ മാറ്റങ്ങൾ വന്നേനെ. അപ്പോൾ അവരെ പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഭരണാധികാരികളെ കുറ്റം പറയുന്നതിന് മുന്നേ തന്നെ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫും നമ്മളുടെ വീട്ടിൽ നമ്മളുടെ എന്താ പറയുക അമ്മയോടും അച്ഛനോടും മക്കളോടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിവിടെ ജനസ്വാതന്ത്ര്യത്തിനെ പറ്റിയും പല കാര്യങ്ങളും അല്ലെങ്കിൽ ജനാധിപത്യത്തിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട്, നമ്മളുടെ ഈ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ, നമ്മൾ ജനാധിപത്യമായിട്ടുള്ള രീതിയിലാണോ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പെരുമാറുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ മറ്റേ ഒരു സിനിമയില്ലേ എന്നാ താമ്പ് കേസ് ഇടുന്നുള്ള സിനിമ, അത് കണക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എവിടം വരെ വന്നു, ഈ ആ ഒരു ജനപ്രതിനിധിയിലേക്ക് വന്ന് ഇനിയും കണക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് വരും. കാരണം നമ്മളെ പോലത്തെ ജനങ്ങളുടെ ഒരു ചിന്താഗതി മാറാനായിട്ടുണ്ട്. നമ്മളായിരിക്കും അടിമപ്പെട്ട് നിൽക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടിട്ടല്ല, അത് നമ്മളുടെ തന്നെ ടാക്സ് നിന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പം അതിൽ നമ്മളിൽ നിന്ന് തന്നെയാണ് മാറ്റം വരേണ്ടത്. അല്ലാതെ ജനങ്ങൾ പഴയൊരു ചിന്താഗതിയിൽ പോയിട്ട് ഈ ഭരണാധികാരികൾ മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അവർക്ക് തോന്നണം ജനങ്ങൾ വിഡ്ഢികളല്ല, ജനങ്ങൾക്ക് വിവരമുണ്ടെന്നുള്ള കാര്യങ്ങൾ തോന്നണം. എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മാറ്റമായിട്ട് പല മാറ്റങ്ങൾ വരികയും പിന്നീടുള്ള ഇനി വരാണ്ടി പോകുന്ന തലമുറയെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനെൻ്റെ തമിഴിൽ പറഞ്ഞത്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ സവാദിന മാറ്റം മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇവിടുത്തെ പല സിസ്റ്റങ്ങളും അഴിച്ചു പണിത് കുറച്ചും കൂടി ജനങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും മാറാനായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.